ലോകം ഇപ്പോൾ ഉത്സവത്തിന്റെ മൂഡിലാണ്. ഏത് മൂഡാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫുട്ബോൾ മൂഡിലാണ്. ഗോളടിക്കൂ, ഫുട്ബോൾ സമ്മാനമായി നേടൂ. LED ടിവികൾക്ക് 70% വരെ ഡിസ്കൗണ്ട്. ആഘോഷിക്കൂ ഈ ഫുട്ബോൾ വേൾഡ് കപ്പ് ഗോപൂനന്ദിലെ ജിമാർട്ടിനൊപ്പം. അതായത് ഫിഫ ലോകകപ്പ് 2026 തുടക്കമായിരിക്കുകയാണ്. ജൂൺ 1 അർദ്ധരാത്രി ഇന്ത്യൻ സമയം 11 മണിയോടുകൂടിയാണ് ഉദ്ഘാടന ചടങ്ങുകൾക്ക് തുടക്കമായത്. ഷാക്കിറയുടെയും ബെർണബോയുടെയും ഡായ് ഡായ് ഗാനങ്ങൾക്കും നൃത്ത ചുവടുകൾക്കുമൊപ്പം മെക്സിക്കോയിലെ ആദ്യ മത്സരം നടക്കുന്ന മെക്സിക്കോ സിറ്റി സ്റ്റേഡിയം തിളച്ചു മറിഞ്ഞതോടെ ഇനി 39 ദിവസം നീളുന്ന ലോകകപ്പ് ഫുട്ബോൾ മാമാങ്കത്തിന് തിരിതെളിഞ്ഞിരിക്കുകയാണ്. ലോകകപ്പ് ചരിത്രത്തിൽ ഇതാദ്യമായാണ് 3 രാജ്യങ്ങളിൽ ഒരേ സമയം ലോകകപ്പ് ഉദ്ഘാടന ചടങ്ങുകൾ നടക്കുന്നത്. അതേസമയം ഫുട്ബോൾ എന്ന് കേട്ടാലേ ആവേശം കൊണ്ട് തുള്ളിച്ചാടുന്നവരാണ് നമ്മൾ മലയാളികൾ. അപ്പോൾ മുന്നിലുള്ളത് ഫുട്ബോൾ ലോകകപ്പ് തന്നെയായാലോ? കാൽപന്ത് കളിയെ ജീവവായു പോലെ ശ്വസിക്കുന്ന നാടാണിത്. കോഴിക്കോടും മലപ്പുറവും തിരുവനന്തപുരവും ഒക്കെ അതിൻ്റെ ഒരു ഉദാഹരണമാണ്. മെസ്സി, ക്രിസ്ത്യാനോ, നെയ്മർ, സാദിയോ മാനെ, എബാപ്പെ, യമാൽ, ഹവാൻഡ്, വിനീഷ്യസ്, അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത ഹീറോസ് എല്ലാം നമുക്ക് അയൽവീട്ടിലെ പയ്യന്മാരെ പോലെ സുപരിചിതരാണ്. 4 വർഷത്തിലൊരിക്കൽ മലയാളികൾ ഉത്സവമാക്കുന്ന ഫുട്ബോൾ ലോകകപ്പ് മാമാങ്കത്തിനാണ് വടക്കേ അമേരിക്കയിൽ തുടക്കമായിരിക്കുന്നത്. 2 മാസം മുമ്പ് കേരളത്തിന്റെ തെരുവുകളിൽ പിണറായി വിജയനും VD സതീശനും ഉൾപ്പെടെയുള്ളവരുടെയൊക്കെ ഫ്ലെക്സ് ബോർഡുകൾ എല്ലാം തന്നെ ഉയർന്നപ്പോൾ ഇപ്പോൾ ആ കഥകളെല്ലാം തന്നെ മാറി. ഇപ്പോൾ ഒരിടത്തും രാഷ്ട്രീയ പാർട്ടിയുടെ ഫ്ലെക്സ് ബോർഡുകൾ കാണാനില്ല. ഇപ്പോൾ എല്ലായിടത്തും ഫുട്ബോളിന്റെ ഫ്ലെക്സ് ബോർഡുകൾ. മെസ്സിയുടെയും നെയ്മറിന്റെയും ക്രിസ്ത്യാനോയുടെയും ഹാരി കെയ്നും അതോടൊപ്പം സാദിയോ മാനെയുടെയും എല്ലാ ഫ്ലെക്സ് ബോർഡുകൾ അവരിപ്പോൾ സമഗ്രമായ ഒരു ആധിപത്യം നേടിക്കഴിഞ്ഞിരിക്കുകയാണ് റോഡുകളിലും ഓരോ ഹോൾഡിങ്സിലുമെല്ലാം. ഇക്കരി ലോകകപ്പ് നേടുമെന്ന വീരവാദങ്ങൾ മുഴക്കുന്ന കട്ടൗട്ടുകളും ഫ്ലെക്സും എല്ലാം കേരളത്തിൽ ഉയർന്നു കഴിഞ്ഞു. ചായക്കടകളിലും ബസ് സ്റ്റോപ്പുകളിലും ക്ലബ്ബുകളിലും എന്തിനേറെ ഇപ്പോൾ സിനിമാ തിയേറ്ററിൽ വരെ ഇപ്പോൾ ഫുട്ബോളിന്റെ ചർച്ചകളാണ്. എന്തിന് 4 ആൾ കൂടുന്നിടത്തെല്ലാം ഫുട്ബോൾ ജ്വരം കത്തിക്കേറി ആവേശത്തിന്റെ കൊടുമുടിയിൽ എത്തി നിൽക്കുകയാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും വാട്സപ്പ് ഗ്രൂപ്പുകളിലുമെല്ലാം ഇതിനോടകം തന്നെ ഫാൻസിന്റെ പോരുകളും ഫ്ലക്സ് പോരുകളും ആരംഭിച്ചിട്ടുണ്ട്. 48 ടീമുകൾ, 104 വേറിട്ട മത്സരങ്ങൾ. ഇനി എങ്ങും ഫുട്ബോളിന്റെ ആരവവും ഉത്സവവുമായിരിക്കും. ജൂൺ 11 അർദ്ധരാത്രി തുടങ്ങിയ ആദ്യ റൗണ്ട് പോരാട്ടങ്ങൾ ജൂൺ 28 അവസാനിക്കുക. പിന്നീട് ജൂൺ 29 മുതൽ ജൂലൈ 4 വരെയുള്ള ഒരാഴ്ചക്കാലം ലോകത്തെ ഏറ്റവും മികച്ച 32 ടീമുകൾ പരസ്പരം കൊമ്പുകോർക്കുന്ന ആദ്യ നോക്കൌട്ട് സ്റ്റേജ് മത്സരവും പിന്നീട് അരങ്ങേറും. 12 ഗ്രൂപ്പുകളിലെ ആദ്യ 2 സ്ഥാനക്കാരും ഒപ്പം ആദ്യ റൗണ്ടിൽ മികവ് പുലർത്തിയ മറ്റ് 8 മൂന്നാം സ്ഥാനക്കാർ കൂടി ചേരുമ്പോഴാണ് 2ാം റൗണ്ടിലേക്കുള്ള 32 ടീമുകളെ നമുക്ക് ലഭിക്കുക. എന്നാൽ ഫുട്ബോൾ പ്രേമികൾ നെഞ്ചിലേറ്റിയ കളിക്കാരൻ നെയ്മർ കളിക്കില്ല എന്നൊരു വാർത്ത പുറത്തു വരുന്നുണ്ട്. അത് ഫുട്ബോൾ താരങ്ങളെ അല്ലെങ്കിൽ ഫുട്ബോൾ പ്രേമികളെ സംബന്ധിച്ചിടത്തോളം അതൊരു നിരാശ സൃഷ്ടിക്കുന്ന വാർത്തയാണ്. ലോകകപ്പിൽ ബ്രസീലിന്റെ ആദ്യ മത്സരത്തിൽ സൂപ്പർ താരം നെയ്മർ കളിക്കില്ല എന്ന് ഇതോടുകൂടി ഉറപ്പായിരിക്കുകയാണ്. പരിശീലകൻ കാർലോ അഞ്ചലോട്ടിയാണ് ഇക്കാര്യം വ്യക്തമായി അറിയിച്ചത്. കായികക്ഷമത വീണ്ടെടുക്കാൻ ഇനിയും സമയം വേണമെന്നാണ് പരിശീലകൻ കാർലോ അഞ്ചലോട്ടി വ്യക്തമാക്കുന്നത്. 2023 ശേഷം നെയ്മർ ബ്രസീലിനായി കളിച്ചിട്ടില്ല. മെയ് പകുതിയോടെയാണ് നെയ്മറിന്റെ കാലിന് പരിക്കേറ്റത്. ലോകകപ്പിലെ ആദ്യ മത്സരത്തിന് നെയ്മർ എത്തില്ല എന്ന് ഉറപ്പായതോടെ രാജ്യത്തിന്റെ ഏറ്റവും വലിയ സൂപ്പർ താരത്തെ ഫുട്ബോളിലെ ഏറ്റവും വലിയ വേദിയിൽ വീണ്ടും കാണാനായി ആരാധകർക്ക് ഇനിയും ദിവസങ്ങൾ കൂടി കാത്തിരിക്കേണ്ടി വരും. താരം അടുത്ത ആഴ്ച മുതൽ പരിശീലനം പുനരാരംഭിക്കുമെന്നാണ് കാർലോ അഞ്ചലോട്ടി വ്യക്തമാക്കുന്നത്. എന്തായാലും അടുത്ത മാസം അല്ലെങ്കിൽ ജൂലൈ മുതൽ നെയ്മറിനെ കാണാൻ പറ്റും എന്നൊരു വിശ്വാസത്തിലാണ് ഫുട്ബോൾ പ്രേമികൾ ഇപ്പോൾ.